ഹായ്, എൻ്റെ പേര് സാരംഗ്. എൻ്റെ അച്ഛൻ്റെ പേര് രാജേഷ്. അച്ഛൻ ഫയർഫോഴ്സിലാണ് വർക്ക് ചെയ്യുന്നത്. അമ്മ റാണി. അമ്മ സെക്രട്ടേറിയറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ സഫയർ ഒന്ന് ജോയിൻ ചെയ്യാൻ കാരണം പാരൻസിൻ്റെ മോട്ടിവേഷൻ ആയിരുന്നു. പാരൻസ് ഇവിടുത്തെ റിസൾട്ട് അറിഞ്ഞും അതേ കണക്കിന് ഇവിടുത്തെ ഫാക്കൽറ്റീസിൻ്റെ എക്സ്പീരിയൻസ് അറിഞ്ഞുകൊണ്ടും തന്നെയാണ് എന്നെ ഇവിടെ ജോയിൻ ചെയ്യിപ്പിച്ചത്. ഇവിടെ 7th ബാച്ചിൽ +1 +2 പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ എൻ്റെ ബേസ് നന്നായിട്ട് ക്ലിയർ ആക്കാനും അതേ കണക്ക് തന്നെ കൺസെപ്റ്റ്സ് എല്ലാം ക്ലാരിഫൈ ചെയ്ത് പോകാനും +1 +2 എല്ലാ കൺസെപ്റ്റ്സും ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് അറ്റംപ്റ്റിൽ ചെയ്തപ്പോൾ നല്ല മാർക്ക് കിട്ടി. സെക്കൻഡ് അറ്റംപ്റ്റിൽ നന്നായിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്തും സാറുമാർ ഇവിടെ ക്ലാസ്സിൽ വന്നു നിന്ന് തന്നെ അസൈൻമെൻറ്റ്സ് 100 ക്വസ്റ്റ്യൻസോളം അസൈൻമെൻറ്റ്സ് തന്ന് അവിടെ ചെയ്യിപ്പിച്ച് നമുക്ക് ഡൗട്ടും ക്ലിയർ ചെയ്ത് തന്നിട്ടാണ് ഓരോ ക്ലാസ്സും വൈൻഡ് അപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഈ റിസൾട്ട് കിട്ടാനായിട്ട് ഹെൽപ്ഫുൾ ആയത്. സാരംഗിന് ഏറ്റവും നല്ല ഒരു സ്കോർ കിട്ടുമെന്ന് ഞങ്ങൾക്ക് 100% ഉറപ്പായിരുന്നു. കാരണം ക്ലാസ് ചെല്ലുമ്പോൾ ഓരോ ക്വസ്റ്റ്യൻസും ഡൗട്ടുള്ളത് കൃത്യതയോടുകൂടി ചോദിക്കുമായിരുന്നു. മാത്രമല്ല, ഡൗട്ട് വന്നാൽ സ്റ്റാഫ് റൂമിൽ വന്നാലും ലൈബ്രറിയിൽ വന്നാലും ഞങ്ങളോട് കൃത്യമായി സംശയങ്ങൾ ചോദിച്ച് അത് ദൂരീകരിക്കാനുള്ള ഒരു ആവേശം സാരംഗ് കാണിച്ചിരുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് സാരംഗിനൊരു നല്ല സ്കോർ വന്നത്. സഫയർ അക്കാഡമി ബാക്കിയുള്ള അക്കാഡമിയുടെ വ്യത്യാസമാക്കുന്നത് ഇവിടുത്തെ ക്ലാസ്സസും ഫാക്കൽറ്റീസും അതേ കണക്കിന് ഇൻഡിവിജ്വൽ അറ്റൻഷനും ഓരോരോ ക്ലാസ്സസിനും ഓരോരോ മെൻറ്റേഴ്സിനെ കൊടുത്തിട്ടുണ്ട്. ആ മെൻറ്റേഴ്സ് ഓരോരോ കുട്ടിയും അസസ് ചെയ്യും. അതേ കണക്കിന് മാർക്ക് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അവരെ മോട്ടിവേറ്റ് ചെയ്യും. അത് ഓരോരോ കുട്ടിയും അവരുടെ ഗോളിലോട്ട് അച്ചീവ് ചെയ്യാനായിട്ട് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. എല്ലാവർക്കും പ്രിപ്പറേഷൻ്റെ സമയത്ത് ഡൗൺസ് വരാറുണ്ട്. അങ്ങനെ എനിക്ക് ലാക്ക് ഓഫ് മോട്ടിവേഷൻ വന്നൊരു സമയമായിരുന്നു ഫസ്റ്റ് അറ്റംപ്റ്റ് കഴിഞ്ഞിട്ട്. ഫസ്റ്റ് അറ്റംപ്റ്റിൽ എനിക്ക് 510 മാർക്ക് ഉണ്ടായിരുന്നു. ഞാൻ കട്ട് ഓഫ് ജസ്റ്റ് മിസ്സായിരുന്നു. അങ്ങനെ ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ ഇവിടുത്തെ RM2A ബാച്ചിൽ ജോയിൻ ചെയ്തു. അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സ് എല്ലാം എന്നെ മോട്ടിവേറ്റ് ചെയ്തും ഒന്നുകൂടെ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് മാക്സിമം സ്കോർ ചെയ്യാനും നല്ലൊരു കോളേജിൽ പോകാൻ പറ്റുമെന്ന് അവരെന്നെ മോട്ടിവേറ്റ് ചെയ്യിപ്പിച്ചു. അതാണ് ഇവിടുത്തെ ഫാക്കൽറ്റീസും എന്നെ മോട്ടിവേറ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അതുകൊണ്ട് തന്നെ നല്ലൊരു സ്കോർ ചെയ്യാനും എനിക്ക് പറ്റി പ്രാവശ്യം. സഫറിനെ കുറിച്ച് പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഫെസിലിറ്റീസാണ്. ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് ആയാലും അതേ കണക്ക് തന്നെ ക്യാൻറ്റീൻ ഫെസിലിറ്റീസ് ആയാലും. പക്ഷേ ഇവിടുത്തെ ഏറ്റവും കൂടുതൽ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ലൈബ്രറി ഫെസിലിറ്റീസാണ്. ലൈബ്രറിയിൽ എല്ലാ ടോപ്പിക്സിനെ കുറിച്ചുള്ള ബുക്കും ഉണ്ട്. അതേ കണക്കിന് നമുക്ക് എന്തെങ്കിലും ഡൗട്ട് വന്നാൽ പഠിക്കുന്ന സമയത്ത് ഇവിടുത്തെ ബുക്ക് റെഫർ ചെയ്യാൻ പറ്റും. അതേ കണക്ക് തന്നെ ആ ബുക്കിനകത്ത് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് അന്ന് തന്നെ നമുക്ക് ടീച്ചറിൻ്റെ അടുത്ത് ക്ലാരിഫൈ ചെയ്യാനും പറ്റും ഡൗട്ട്. അതെന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഈ ജേണിയിൽ ഈ ഒരു ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് എന്നോട് സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ പാരൻസും അതേ കണക്ക് എൻ്റെ ഫ്രണ്ട്സും അതേ കണക്ക് തന്നെ സഫയറിലെ ഫാക്കൽറ്റീസും അതിനുപരിയായിട്ട് സഫയർ ആസ് എ ടീമിനോട് എൻ്റെ ഒരു ബിഗ് താങ്ക്സ്.